രുദ്രാംഗന എപ്പിസോഡ് 3 നോവൽ തുടർച്ച. എന്താണ് നിനക്ക് വേണ്ടത്? വളരെ കരുതലോടെ ചാഞ്ചല്യമില്ലാതെ വിഷ്ണു ചോദിച്ചു. വിഷ്ണുവിൻ്റെ ചോദ്യം അവളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കിയില്ല. കാറ്റിൽ ഉലഞ്ഞു നിന്നിരുന്ന രൂപം പൂർണ്ണമായും നിശ്ചലമായി. നിമിഷങ്ങളോളം അവൾ അയാളെ ഉറ്റുനോക്കി. കുറച്ചുകൂടി അവൾ അടുത്തേക്ക് വന്നു. വളരെ ശാന്തമായിരുന്നു അവളുടെ മുഖം. വിഷ്ണു ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിച്ചെങ്കിലും അവൾ അത് കേട്ടതായി ഭാവിച്ചില്ല. അവളുടെ നയനങ്ങളിൽ നിന്നും തീവ്രമായ ഒരു പ്രഭ ഉതിർന്ന് അയാളുടെ കണ്ണുകളുമായി ഇടഞ്ഞപ്പോൾ മനസ്സ് പതറുന്നത് വിഷ്ണു അറിഞ്ഞു. ആ മാസ്മരിക ചൈതന്യത്തിൽ അയാൾ തൊല്ലും മങ്ങാതിരുന്നില്ല. തീക്ഷ്ണമായ ആ നോട്ടത്തിനൊപ്പം അവളുടെ ശബ്ദവും വിഷ്ണു കേട്ടു. നീ ആരാണ്? എന്താണ് നിനക്കിവിടെ കാര്യം? കാറ്റിൻ്റെ മർമ്മരം പോലെയുള്ള ആ ശബ്ദം വളരെ മധുരതരമായിരുന്നു. എങ്കിലും ആ രൂപം സംസാരിക്കുന്നു എന്നത് വിഷ്ണുവിന് അത്ഭുതമായത്. നിമിഷങ്ങളോളം വിഷ്ണുവിന് ശബ്ദിക്കാനായില്ല. വീണ്ടും അവളുടെ ശബ്ദം. നീ എന്തിനിവിടെ വന്നു? തൻ്റെ അടുത്തേക്ക് വന്ന അവളുടെ രൂപത്തിൻ്റെ വശ്യത വിഷ്ണുവിൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തി. ആദ്യം തോന്നിയിരുന്ന ഭയം ആകാംക്ഷയ്ക്ക് വഴിയൊരുക്കി. കുറച്ചുകൂടി നന്നായി കാണാൻ ഉറ്റുനോക്കിയ വിഷ്ണുവിൻ്റെ മനോഗതം മനസ്സിലാക്കിയ പോലെ അവളുടെ രൂപം കൂടുതൽ പ്രഭയോടെ തെളിഞ്ഞു. ആ രൂപഭംഗി ചേതോഹരമായ ഒരു വെണ്ണക്കൽ ശില്പം പോലെ വിഷ്ണുവിന് തോന്നി. വീണ്ടും അവൾ ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ അവന് മനസ്സിലായി, തൻ്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ഞാൻ വിഷ്ണുദത്തൻ. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തുടർന്നു. ഒരു ജോലിക്കായി തെണ്ടി നടന്നപ്പോൾ കിട്ടിയ പണിയാണിത്. ഈ മനയുടെ കാവൽക്കാരൻ എന്ന ജോലി. അവളുടെ മുഖത്ത് ഒരു മന്ദഹാസം ഉടലെടുത്തു. നിർനിമേഷനായി നോക്കി നിന്നിരുന്ന അവൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് വാത്സല്യമോ സന്തോഷമോ എന്ന് വിവേചിക്കാനാവാത്ത വിഷ്ണു നിശ്ചലം നിന്നു. മോഹിപ്പിക്കുന്ന ആ നയനങ്ങൾ ജ്വലിച്ചു തന്നെ നിന്നു. അവളുടെ വലതുകരം തൻ്റെ നേരെ നീളുന്നത് എന്തിനു വേണ്ടിയെന്ന് ചിന്തിച്ച് വിഷ്ണു നിന്നു. അവളുടെ നീട്ടിയ കരത്തിൽ സ്പർശിക്കണമെന്ന് ഉൾപ്രേരണ വിഷ്ണുവിലുണ്ടായി. മഞ്ഞുപോലെ തണുത്ത അവളുടെ കരങ്ങളിൽ ചൂട് പകർന്ന് വിഷ്ണുവിൻ്റെ കൈത്തലം അമർന്നു. അവളുടെ ചുണ്ടുകൾ സന്തോഷസൂചകമായി വിടർന്നു. അപ്പോഴും വിഷ്ണുവിൻ്റെ അമ്പരപ്പ് വിട്ടുമാറിയില്ല. നേരത്തെ തനിക്ക് തൊടാൻ കഴിയാതിരുന്ന ആ സുന്ദര രൂപത്തെ സ്പർശിക്കാൻ സാധിക്കുന്നു. സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ തപിക്കുന്ന മനത്തോടെ വിഷ്ണു ചിന്തിച്ചു, ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ? അതോ കഥകളിൽ പറയുന്നത് പോലെ യക്ഷിയോ പ്രേതമോ? യക്ഷി പ്രേതാദികൾ വിഷ്ണുവിൻ്റെ ഉള്ളത്തിന് നിരക്കാത്തതാണ്. അയാൾ പഠിച്ച ശാസ്ത്ര സംഹിതകളിൽ അതിന് സ്ഥാനമില്ലായിരുന്നു. എല്ലാം മനുഷ്യൻ്റെ കഴിവിൽ അർപ്പിതമാണ്. അവൻ്റെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും മെനയുകയോ പരിപാലിക്കപ്പെടുന്നതോ അല്ലാത്തതായി ഈ ഭൂമിയിൽ യാതൊന്നും ഇല്ലെന്നാണ് അവൻ്റെ വിശ്വാസം. എന്നാൽ പ്രകൃതിയും അതിൻ്റെ പ്രതിഭാസങ്ങളും മനുഷ്യൻ്റെ വരുതിയിലല്ല. പക്ഷേ അത് ഭൂമണ്ഡലത്തിൻ്റെ രാസപ്രതിഭാസങ്ങളുടെയും വ്യതിചലനങ്ങൾ മാത്രമാണ്. അതിനാൽ അതിനെയെല്ലാം അതിമാനുഷികം എന്ന് നിർവചിക്കാൻ തനിക്കാവില്ല. പക്ഷേ 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന തൻ്റെ ചിന്താഗതികളെ അപ്പാടെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു. കഴിഞ്ഞ രാത്രി മുതൽ ഇവിടെ അരങ്ങേറിയ സംഭവങ്ങൾ വിഷ്ണുവിൻ്റെ യുക്തിക്ക് സ്വീകരിക്കാവുന്നതായിരുന്നില്ല. എന്നാൽ യാഥാർത്ഥ്യത്തെ നേരിടാതിരിക്കാനും കഴിയുന്നില്ല. ഇക്കാര്യമൊക്കെ മറ്റാരെങ്കിലും പറഞ്ഞതായിരുന്നുവെങ്കിൽ അവരെ ഭ്രാന്തന്മാർ എന്ന് പറയുമായിരുന്നു. പക്ഷെ എല്ലാം നേരിൽ അനുഭവിച്ച് താൻ സ്വയം മാനസിക വിഭ്രാന്തിക്ക് അടിമയാകുകയാണോ? അവളുടെ കരസ്പർശനത്തിലൂടെ ഉണ്ടായ പരിഭ്രമത്തിൽ നിന്നും മോചനം നേടാൻ വിഷ്ണു വൃഥാശ്രമം നടത്തി. അടുത്തു വന്നു നിൽക്കുന്ന അവളുടെ നയനങ്ങളിലെ ദിവ്യപ്രകാശം വിഷ്ണുവിൻ്റെ ചിന്തയെ വീണ്ടും ഉലച്ചു. പരിസരബോധം നഷ്ടപ്പെട്ട് ഏതോ ഒരു ശക്തിയുടെ മായിക വലയത്തിൽ അയാൾ അമർന്നു കഴിഞ്ഞിരുന്നു. അവളുടെ കയ്യിലേക്ക് തൻ്റെ കരം വച്ചത് മുതൽ മതിഭ്രമം വിഷ്ണുവിനെ ഗ്രസിച്ചു കഴിഞ്ഞിരുന്നു. ഊഷ്മളമായ തണുപ്പ് അയാളുടെ കൈകളിലേക്ക് അരിച്ചു കയറി. തൻ്റെ പ്രജ്ഞയ്ക്ക് മോൾ മറ്റൊരു ശക്തി ആധിപത്യം സ്വീകരിക്കുന്നത് വിറയലോടെ അറിഞ്ഞു. ആ ഇന്ദ്രജാലിക നയനങ്ങളുടെ വശ്യത വിഷ്ണുവിനെ ഗ്രസിച്ചു. അടുത്തു നിൽക്കുന്നത് ഏതോ ഭൗതിക ശക്തിയാണെന്ന ധാരണ അയാളിൽ നിന്നും നഷ്ടമായി. യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നീങ്ങി. വിഷ്ണുവിൻ്റെ കരതലങ്ങളിൽ നിന്നും സ്വയം മോചിപ്പിച്ച അവളുടെ വലതുകരം മുകളിലേക്ക് ഉയർന്ന് വിഷ്ണുവിൻ്റെ ശിരസിൽ 3 പ്രാവശ്യം തലോടി. പുതിയൊരു അനുഭൂതിയോടെ വിഷ്ണുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. സാവധാനം പിന്നിലേക്ക് നീങ്ങിയ അവളുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു തുടങ്ങിയത് അയാൾ അറിഞ്ഞു. സുഖകരമായ ഒരാലസ്യത്തിലേക്ക് വഴുതി വീഴുന്ന വിഷ്ണുവിനെ ഒരു ഗൂഢസ്മിതത്തോടെ അവൾ നോക്കി നിന്നു. അധ്യായം 4. നേരം എത്രയായെന്നറിയില്ല. ഉണർന്നപ്പോൾ നന്നായി വെളുത്തു കഴിഞ്ഞിരുന്നു.
മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ സൂര്യന് നല്ല ചൂട് തോന്നി. തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിന്ന സൂര്യൻ താൻ പതിവിലേറെ ഉറങ്ങിയെന്ന് വിഷ്ണുവിനെ ഓർമ്മിപ്പിച്ചു. ഇത്രയ്ക്കധികം ഉറങ്ങിയതിനാലാവാം നല്ല ഉന്മേഷം തോന്നി. ഉടനെ തന്നെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. തണുത്ത വെള്ളം തലയിലേക്ക് ഒഴിച്ചപ്പോഴാണ് വേലുവിൻ്റെ കാര്യം ഓർമ്മിച്ചത്. ചെന്ന് പടിപ്പുരവാതിൽ തുറന്നപ്പോൾ വിളറിയ മുഖത്തോടെ പേടിച്ചരണ്ടു നിൽക്കുന്ന വേലുവിനെ കണ്ട് ചിരിക്കാനാണ് തോന്നിയത്. എന്നാൽ വിഷ്ണുവിനെ കണ്ടതും വേലു ഭയത്തോടെ പിന്നിലേക്ക് മാറിയത് കണ്ടു പറഞ്ഞു, എടോ വേലു, ഇത് ഞാൻ തന്നെയാണ്, പ്രേതോ ഭൂതോ ഒന്നുമല്ല. വിഷ്ണു വീണ്ടും അടുത്തേക്ക് ചെന്ന് പറഞ്ഞപ്പോൾ വേലു ഒന്നറച്ചു. കണ്ണുമയ്ക്കാതെ നിമിഷങ്ങളോളം നോക്കി നിന്നു. മനസ്സിൻ്റെ വിഹ്വലത മാറുന്നതിന് വേലുവിന് ഏറെ നേരം വേണ്ടി വന്നു. കൈപിടിച്ചു വലിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ വേലു പല പ്രാവശ്യം വിഷ്ണുവിനെ സ്നേഹത്തോടെയും സംശയത്തോടെയും നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മനസ്സിൽ എന്തോ പ്രശ്നങ്ങൾ തിങ്ങി നിറയുന്നുണ്ടെന്ന് വിഷ്ണു സംശയിച്ചു. തൽക്കാലം ഒന്ന് ചോദിക്കേണ്ടത് വെച്ചു. വേലു തന്നെയാണ് പതിവ് പോലെ വെള്ളം എടുത്തു കൊണ്ടുവന്നതും ഭക്ഷണം പാചകം ചെയ്തതും. അപ്പോഴും അയാളൊന്നും സംസാരിച്ചില്ല. ഭക്ഷണമൊക്കെ തയ്യാറാക്കിയതിന് ശേഷം വേലു മൗനമായി പുറത്തു വന്നിരുന്നു. ഇനിയും ഈ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താതെ ശരിയാവില്ലെന്ന് തോന്നി. എന്താ വേലു ഒന്നും മിണ്ടാത്തത്? എന്താ പ്രശ്നമെന്ന് പറയൂ. എന്തായാലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എനിക്കൊന്നും പറ്റിയില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ തുറന്നു. സാറിനല്ലേ വലിയ മാറ്റം. ഇത്ര നേരമായിട്ടും വാതിൽ തുറക്കാഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു. സാറിനെന്തേലും പറ്റിയെന്ന് കരുതി. പാവം മനുഷ്യൻ, മനസ്സിൽ പറഞ്ഞു. തൻ്റെ മറുപടിക്കായി കാക്കുകയാണെന്ന് വേലുവിൻ്റെ മുഖം പറഞ്ഞു. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. പോരാത്തതിന് കുറച്ച് തേൻ കൂടി കഴിച്ചിരുന്നു. എന്തു പറയണമെന്ന് മുൻകൂട്ടി നിശ്ചയമില്ലാതിരുന്നതിനാൽ പെട്ടെന്ന് ഇത് പറഞ്ഞത്. പക്ഷേ അത് വേലു വിശ്വസിച്ചു എന്ന് തോന്നി. ഒരു വസ്തുത പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്നലെ ഉണ്ടായിരുന്ന പ്രസരിപ്പ് വേലുവിൽ കണ്ടില്ല. എന്തോ അസംഭവ്യമായത് ഉണ്ടായതുപോലെ ഒരു ഭാവം അയാളിൽ കണ്ടു. കൂടുതലൊന്നും ചോദിക്കാൻ ശ്രമിച്ചില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ തന്നെ പറയട്ടെ. ഇനി ഇക്കാര്യത്തിൽ അയാൾ പിണങ്ങിപ്പോകുന്നുവെങ്കിൽ പോകട്ടെ. വൈകിട്ട് പുറപ്പെടാൻ നേരം വേലു പറഞ്ഞു, സാറ് പടിപ്പുരവാതിൽ തുറന്നിട്ടേക്കണം. ഇനി ഉറങ്ങിപ്പോയാലും എനിക്ക് വന്ന് വിളിക്കാലോ. ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. അയാളോടൊപ്പം കവല വരെ പോകണമെന്ന് കരുതിയെങ്കിലും ഒരു ഉന്മേഷം തോന്നാതിരുന്നതിനാൽ വേണ്ടെന്ന് വെച്ചു. അയാൾ പോയതോടെ മനയ്ക്കകത്തൊന്ന് ചുറ്റിയടിച്ചു. ഏറെ മൂകമായിരുന്നു ആ ചുറ്റുപാടുകൾ. ഏതോ ഒരു മൗനനൊമ്പരം പൊഴിക്കുന്നത് പോലെ. ഒരു നിസ്സംഗത വിഷ്ണുവിനെ ഭരിക്കാൻ തുടങ്ങി. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് ജീവിതത്തിലെ ഏറ്റവും വിരസമായ സമയമെന്ന് വിഷ്ണു കരുതി. മനയിലെ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താൻ കൂടണയാൻ പോകുന്ന കുരുവികളുടെയും കിന്നാരങ്ങളും മരങ്ങളിൽ ചാടിക്കളിക്കുന്ന അണ്ണാറക്കണ്ണന്മാരുടെ ചിലമ്പലും കാരണമായി. സപ്തവർണ്ണങ്ങൾ വിരിയിച്ചിരുന്ന പ്രഭാവലയത്തിൻ്റെ സുതാര്യമായ ആവരണം ഭൂമിക്ക് നഷ്ടമായി തുടങ്ങി. കിരണങ്ങൾ ഓരോന്നായി പൊഴിഞ്ഞു വീഴുന്നതോടൊപ്പം രാവിൻ്റെ തുടിപ്പുകൾ ധാർത്തിയുടെ മാറിൽ ശക്തി പ്രാപിച്ചു. പടിഞ്ഞാറൻ മാനത്ത് രക്തച്ചവി മാത്രം ശേഷിപ്പിച്ച് അസ്തമ സൂര്യൻ യാത്രയായി. മരച്ചിലകളിൽ ഒളിച്ചു നിന്നിരുന്ന ഇരുളിൻ്റെ കണികകൾ താഴേക്ക് വീണതോടെ മാനത്തെ ചെങ്കതിർ തുടിപ്പുകൾക്ക് ഭൂമി വിരഹനൊമ്പരം നൽകി വിട പറഞ്ഞു. ഇരുണ്ടു തുടങ്ങിയ മനയിലെ തൊടികളിൽ വൃക്ഷങ്ങൾ കറുത്ത കോലങ്ങൾ വരച്ചു. ആലങ്ങോട്ട് മനയിലെ കാവൽപ്പുരയിൽ ഇരുട്ട് തിങ്ങി നിറഞ്ഞു. മനസ്സിൽ കുരുങ്ങിക്കിടന്ന ആശങ്കകളെ ദൂരീകരിക്കാൻ കഴിയാതെ വിഷ്ണുദത്തൻ കിടക്കയിൽ തന്നെ കിടന്നു. വിളക്കു തെളിക്കാൻ കൂട്ടാക്കാതെ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെ ഓർത്ത് ഇരുട്ടിലേക്ക് നോക്കി. അലസമായ മനസ്സോടെ എഴുന്നേറ്റ് വിളക്കു തെളിച്ച് അന്ധകാരത്തെ കോണുകളിൽ ഒളിപ്പിച്ചു. തലയിണയ്ക്കടുത്ത് വെച്ചിരുന്ന ടോർച്ചെടുത്ത് തെളിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് തെളിഞ്ഞതിൽ അയാൾക്ക് അതിശയം തോന്നിയില്ല. ഏറെ നേരം കൂടി ഇരുന്നതിന് ശേഷം വേലു തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിച്ച ശേഷം പുറത്തേക്കിറങ്ങി. ടോർച്ച് തെളിച്ച് മനയുടെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു തിരിച്ചു വന്നു. തൻ്റെ ജോലിയുടെ ഭാഗമാണ് ഈ പരിശോധനയെന്ന് വിഷ്ണു ഓർമ്മിച്ചു. ടോർച്ച് തെളിച്ചാണ് വിഷ്ണു അവിടെയൊക്കെ നടന്നതെങ്കിലും അയാളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ നിറഞ്ഞു നിന്നത് ആ നർത്തകിയുടെ മോഹനവശ്യ ലാവണ്യമായിരുന്നു. ഈ രാത്രി അവൾ വരുമെന്ന് ഉറപ്പില്ലായിരുന്നു. എന്നാലും തന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് മനസ്സ് പറഞ്ഞു. യക്ഷിയോ പ്രേതമോ എന്തായാലും അത് തൻ്റെ ശത്രുവല്ല. ഇന്ന് വരികയാണെങ്കിൽ ആദ്യം തന്നെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തണം. കാവൽപ്പുരയ്ക്കകത്ത് തിരിച്ചെത്തിയപ്പോൾ രണ്ടാം യാമം അവസാനിക്കുകയായിരുന്നു. വിളക്കണച്ച് കിടന്ന് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ നിദ്ര കണ്ണുകളെ തഴുകിത്തുടങ്ങി. ടോർച്ച് അടുത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു. സമയം ഇഴഞ്ഞു നീങ്ങി.
കണ്ണുകൾ അടയാൻ തുടങ്ങി. ആ സമയം ഒരു നനുത്ത പ്രകാശം മുറിയിലേക്ക് കടന്നു വരുന്നത് കനം തൂങ്ങിയ കൺപോളകൾക്കിടയിൽ കണ്ടു. അത് അവൾ തന്നെയായിരിക്കും എന്ന് തോന്നൽ ഉറക്കത്തെ അകറ്റി. നൂലുകൾ പോലെയുള്ള നേർത്ത പ്രകാശരശ്മികൾ കട്ടിലിനടുത്തേക്കെത്തി സാവധാനം ചലിച്ചു. അതവൾ തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ചു. എന്നാലും അല്പം പോലും ഭയം തോന്നിയില്ല. ആ പ്രകാശവലയം തന്നിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നതായി വിഷ്ണു അറിഞ്ഞു. അടുത്തെത്തിയ പ്രകാശകിരണങ്ങൾ ഒരു സ്തൂപമായി ഉരുത്തിരിഞ്ഞു. ക്രമേണ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വന്നു. ഒരു വെളുത്ത അവക്ഷിപ്തമായ രൂപത്തിലെത്തി താളാത്മകമായി ചലിച്ചു. അടുത്ത മരക്കൊമ്പിലിരുന്ന് കൂമൻ കരഞ്ഞു. ഭീതിതമായ ചിറകടയച്ചയോടെ ഒരു കടവാവൽ മുറിയുടെ ജനലിനടുത്ത് കൂടി പറന്നുപോയി. വെളുത്ത വെളിച്ചത്തിന് രൂപമാറ്റം വരുന്നത് കൗതുകത്തോടെ വിഷ്ണു നോക്കി നിന്നു. ക്ഷണനേരം കൊണ്ട് നയനമോഹനമായ ഒരു ശില്പം പോലെ ആ സ്ത്രൈണരൂപം തെളിഞ്ഞു. ദേഹത്തെ രത്നാഭരണങ്ങൾ, വസ്ത്രധാരണം എന്നിവ പ്രാചീന കാലഘട്ടത്തിലേതായിരുന്നു. കസവുമുണ്ട് മാറിനുമേൽ വെച്ച് ഉടുത്തിരിക്കുന്നു. നേരിയതും അവളുടെ ശോഭയ്ക്ക് മാറ്റുകൂട്ടി. വെണ്മയേറിയ തോളുകൾ പൂർണ്ണമായും നഗ്നമായിരുന്നു. ഉരുണ്ടു വടിവത്ത കഴുത്തിന് രത്നങ്ങൾ കൂടുതൽ പ്രഭചരിഞ്ഞു. അഴകൊഴുന്ന വട്ടമുഖത്ത് തുടുത്ത ചുവന്ന അധരങ്ങൾ, വടിവുള്ള നാസിക ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി തോന്നി. ഇരുണ്ട ആജ്ഞാശക്തിയുള്ള കണ്ണുകളും വില്ലുപോലെയുള്ള പുരികക്കൊടികളും ശില്പസൗകുമാര്യം തീർത്തു. ഒരു വശത്ത് ചുരുട്ടി വെച്ച് പൂ ചൂടിയ കേശഭാരം കൂടി ചേർന്നപ്പോൾ അവൾ ശരിക്കും ഒരു രാജകുമാരിയായി. ആ പ്രഭാകിരണങ്ങൾ മുറിയെ കൂടുതൽ പ്രകാശമാനമാക്കി. വിസ്മയത്തിൻ്റെ പരമോന്നതിയിൽ എത്തി നിന്ന വിഷ്ണുവിൻ്റെ ഓരത്ത് കട്ടിലിൽ അവൾ വന്നിരുന്നു. വലതുകരം അവൻ്റെ നേരെ നീട്ടി വിരലുകളിലുണ്ടായിരുന്ന വൈരമോതിരത്തിൻ്റെ തിളക്കം വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ സപ്തവർണം തിരിയിച്ചു. നീണ്ടുവന്ന വിരൽത്തുമ്പ് വിഷ്ണുവിൻ്റെ നെറ്റിയിൽ സ്പർശിച്ചു. ഒരു വൈദ്യുത തരംഗം വിഷ്ണുവിൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് അയാൾ അറിഞ്ഞു. ഉറക്കം വിട്ടകന്ന് അയാൾ ഉന്മേഷവാനായി. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ സ്മിതത്തിൽ ശ്രദ്ധിച്ചു നിന്ന വിഷ്ണുവിൻ്റെ മുഖത്ത് അവളുടെ വിരലുകൾ ചരിച്ചു. തിളങ്ങുന്ന അവളുടെ നയനരശ്മികൾ വിഷ്ണുവിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതോടെ വിധേയത്വത്തോടെ അയാൾ അവളുടെ മുന്നിലിരുന്നു. ലക്ഷ്യം കൈവരിച്ചതുപോലെ അവളുടെ മുഖത്ത് പുഞ്ചിരി പ്രത്യക്ഷമായി. വൈരക്കല്ലുകളുടെ പ്രകാശം വിഷ്ണുവിൻ്റെ മുഖത്ത് പ്രതിഫലിപ്പിച്ച അവളുടെ വിരലുകൾ ഒരിക്കൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരു മാസ്മരിക വലയത്തിൽ ലയിച്ചു നിന്ന വിഷ്ണുദത്തന് ഉത്തരം കിട്ടാതെ അനേകം ചോദ്യങ്ങളുമായി അവളുടെ മുന്നിലിരുന്നു. വിഷ്ണുദത്തൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അപ്രതീക്ഷിതമായ ആ ചോദ്യം അയാളെ തൊല്ലുനടുക്കി. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ തുറന്നു. വിഷ്ണുദത്തൻ ഇനിയും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പറയുന്നതാണ് ഇന്നു മുതൽ നിങ്ങൾ അനുസരിക്കുന്നത്. വിസ്മയം വിഷ്ണുവിനെ വിഭ്രമിച്ചു. എന്തു മറുപടി പറയണമെന്നറിയാതെ എത്ര ആലോചിച്ചിട്ടും കഴിഞ്ഞില്ല. അവളുടെ വശ്യതയാർന്ന ചിരിക്കുന്ന മുഖം മാത്രമാണ് മനസ്സിൽ തെളിയുന്നത്. താൻ പൂർണ്ണമായും അവളോട് വിധേയനാകുന്നത് പോലെ. ഇനി വിഷ്ണുദത്തന് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് ആരായുന്ന അധ്യാപികയുടെ മുഖഭാവമായിരുന്നു അപ്പോഴവൾക്ക്. നിമിഷങ്ങൾ കൊണ്ട് വിഷ്ണു തൻ്റെ പ്രജ്ഞയിലേക്ക് തിരിച്ചു വന്നു. തനിക്കറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നതിന് അയാൾ തയ്യാറെടുത്തു. നിങ്ങൾ ആരാണ്? ഏറെ ശ്രമപ്പെട്ടാണ് അത് ചോദിച്ചത്. ഒരു മനുഷ്യ സ്ത്രീയാണ് മുന്നിലിരിക്കുന്നത് എന്ന് ധരിച്ചുകൊണ്ടാണ് ചോദ്യം ആവർത്തിച്ചത്. വിഷ്ണുദത്തൻ്റെ ഈ ചോദ്യത്തിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും ഞാൻ മറുപടി തരാം. ചെറിയൊരു പുഞ്ചിരിയോടെ തുറന്നു. അതിനു മുമ്പായി വിഷ്ണുദത്തൻ എനിക്കൊരു സത്യം ചെയ്തു തരണം. എന്ത് എന്ന അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയ വിഷ്ണുവിൻ്റെ വലതു കൈയെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു. ഊഷ്മളമായ തണുപ്പ് അയാൾ ആസ്വദിച്ചു. എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ വിഷ്ണുദത്തനെ ഉപയോഗപ്പെടുത്തുകയാണ്, അവൾ തുടർന്നു. എൻ്റെ വിശ്വസ്തനായ സ്നേഹിതനായിരിക്കും വിഷ്ണുദത്തൻ. എൻ്റെ അനുവാദമില്ലാതെ ഒരിക്കലും എന്നെപ്പറ്റിയോ ലക്ഷ്യത്തെപ്പറ്റിയോ ആരോടും വെളിപ്പെടുത്തരുത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷ്ണുദത്തൻ ചെയ്യണം. അവൾ പറഞ്ഞു നിർത്തിയിട്ട് വിഷ്ണുവിൻ്റെ പ്രതികരണം അറിയാൻ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖത്തെ ഭാവങ്ങൾ അവൾ വായിച്ചറിയുകയായിരുന്നു. അപ്പോഴും അവളുടെ മുഖത്ത് മന്ദസ്മിതം തങ്ങി നിന്നിരുന്നു. വിഷ്ണുവിന് മറ്റൊന്നും ചിന്തിക്കാനായിരുന്നില്ല. ഒരു ലക്ഷ്യമോ ആശ്രയമോ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന തനിക്ക് ഇവൾ പറയുന്നത് കേൾക്കുന്നതിനോ അനുസരിക്കുന്നതിനോ ബുദ്ധിമുട്ട് തോന്നിയില്ല. വിഷ്ണുവിൻ്റെ അധരം മന്ത്രിച്ചു. ഞാൻ സത്യം ചെയ്യുന്നു. പെടുന്നതിന് മുറിയിൽ ഒരു മിന്നലുണ്ടായി. ആ പ്രഭയിൽ അരുണാഭയാർന്ന അവളുടെ മുഖം തിളങ്ങി. വിഷ്ണുവിൻ്റെ കരം അവളുടെ കൈത്തലത്തിൽ മൃദുവായി അമർന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങി. വിഷ്ണുവിൻ്റെ ഒന്ന് നിർത്തിയിട്ട് തുറന്നു. ഇനി വിഷ്ണു എന്ന് വിളിക്കാം. വിഷ്ണുവിൻ്റെ ഏതാഗ്രഹവും ഞാൻ നിറവേറ്റിത്തരും. ഇന്നു മുതൽ ഞാൻ തന്നെയാണ് വിഷ്ണു. പക്ഷേ
പകൽ സമയം വിഷ്ണു തനിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാം ശുഭമായി തീരാനുള്ള കഴിവ് വിഷ്ണുവിനുണ്ടായിരിക്കും. എന്താണ് പറയേണ്ടതെന്നറിയാതെ വിഷ്ണു കുഴങ്ങി. താനേതോ സ്വപ്നലോകത്തിലാണെന്ന് അയാൾക്ക് തോന്നി. എല്ലാം യാഥാർത്ഥ്യമാണെന്ന് കരുതാൻ ഏറെ പണിപ്പെട്ടു. അവളുടെ സാമീപ്യം ആനന്ദകരമായി അയാൾക്ക് തോന്നി. അവളുടെ അധരങ്ങളിൽ നിന്നിരുന്ന വാക്കുകൾക്ക് ശ്രവിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാളിരുന്നു. ഞാൻ രുദ്രയാണ്, ഒരു മനുഷ്യ സ്ത്രീയല്ല, ദേവാംശയുള്ള യക്ഷിണി. വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അവൾ തുറന്നു. ഈ മന എൻ്റെ കാവലിലാണ്. അനധികൃതമായി ആരും ഇവിടേക്ക് വരുന്നത് ഞാൻ അനുവദിക്കില്ല. ഇതിനു മുമ്പ് അതിക്രമിച്ച് കടന്നു വന്നവരാരും പിന്നെ തിരിച്ചു പോയിട്ടില്ല. സ്തംഭനായിരുന്ന വിഷ്ണുവിനെ ശ്രദ്ധിച്ച് അവൾ തുടർന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ എൻ്റെ പരീക്ഷണങ്ങളിൽ വിഷ്ണു വിജയിച്ചിരിക്കുന്നു. എനിക്ക് സമാധാനമായി. വിഷ്ണു എനിക്ക് സഹായിയായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു. ഈ മനയ്ക്ക് അവകാശികളുണ്ട്. അവരുടെ കരങ്ങളിൽ ഇതെത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതായിരിക്കണം ഇനി വിഷ്ണുവിൻ്റെയും ലക്ഷ്യം. പെടുന്നനെ വിഷ്ണു ചോദിച്ചു, ആരും അവകാശികളില്ലാതെ അന്യാധീനപ്പെട്ടതാണ് ഈ മനയെന്നാണല്ലോ കേട്ടിരുന്നത്. അത് തെറ്റാണ്. അവരുടെ മുഖം ഗൗരവപൂർണമായി. അങ്ങനെ ആക്കി തീർത്തതാണ്. അനന്തൻ നമ്പൂതിരിയെ ചതിച്ച് ഈ മന തട്ടിയെടുത്തു. പക്ഷെ ആരും അറിയാതെ അവകാശിയായി ഞാൻ രക്ഷപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ അവകാശം പുനഃസ്ഥാപിക്കാനുള്ള സമയമായി. അതിനായി ധൈര്യവും ആരോഗ്യവുമുള്ള ഒരു യുവാവിനെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ പരീക്ഷണത്തിൽപ്പെട്ടവരാരും ജീവിച്ചിരുന്നില്ല. എന്നാൽ ഇന്നൊരാൾ അതിൽ വിജയിച്ചു. എൻ്റെ സുഹൃത്ത് വിഷ്ണുദത്തൻ. അവളുടെ സംസാരത്തിൽ വിഷ്ണുവിന് തന്നോട് തന്നെ നല്ല മതിപ്പ് തോന്നി. എൻ്റെ സുഹൃത്ത് വിഷ്ണുദത്തൻ എന്നവൾ പറഞ്ഞത് അയാൾക്ക് അവളോട് കൂടുതൽ മതിപ്പ് തോന്നിച്ചു. വിഷ്ണുവിന് ഈ മനയുടെ കഥ കേൾക്കണമെന്നുണ്ടോ? അറിയണമെന്നുള്ള ആകാംക്ഷ വർദ്ധിച്ചിരുന്നുവെങ്കിലും പറഞ്ഞില്ല. എല്ലാം അറിഞ്ഞതുപോലെ രുദ്രയുടെ മുഖം ഗൗരവപൂർണമായി. അഗാധമായ അവളുടെ നീല നയനങ്ങൾ കഴിഞ്ഞ കാലത്തിൻ്റെ അലകൾ ഒളിയുന്നത് വിഷ്ണു കണ്ടു. അവളുടെ അധരത്തിൻ്റെ ചലനം ശ്രദ്ധിച്ച് വിഷ്ണു ഇരുന്നു. അവർക്കിടയിൽ പഴമയുടെ ഗന്ധം നിറഞ്ഞു. അധ്യായം 5. നെയ്വിളക്കുകളുള്ള പ്രഭ വിരിഞ്ഞു. ആലങ്ങോട്ട് മനയുടെ മണൽമുറ്റത്ത് ചുവപ്പ് കലർന്ന വെളിച്ചം വ്യാപിച്ചു. തൊടികളിലെ സ്ഥിരം ജോലി കഴിഞ്ഞ് അടിയാന്മാർ തെക്കുപുറത്തു നിന്നും ഉൾപ്പുറമുറ്റത്തേക്ക് ഓരം ചേർന്ന് പടിപ്പുരയിലേക്കും വന്നു തുടങ്ങി. പൂമുഖത്തെ ചന്ദനച്ചാരു കസരയിൽ ഉപവിഷ്ടനായ തമ്പുരാന്റെ നേർക്ക് കൈകൂപ്പി വണങ്ങി അവർ വെളിയിലേക്കിറങ്ങി. കാര്യസ്ഥന്മാർ വടക്കിനിയിലെ കയ്യാലപ്പുരയിൽ കണക്ക് പുസ്തകത്തിൻ്റെ ഏടുകളിൽ ദ്രുതഗതിയിൽ വരവ് ചെലവുകൾ കുറിച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്നാൽ എല്ലാം കാണുന്നുണ്ട ഭാവത്തിൽ തമ്പുരാനിരുന്നു. നൃത്തമണ്ഡപത്തിൽ നിന്നും വാദ്യോപകരണങ്ങളുടെ ശ്രുതികൾ കേട്ടു തുടങ്ങി. പടിഞ്ഞാറൻ മനത്ത് അവശേഷിച്ചിരുന്ന അർക്കൻ്റെ പ്രകാശന് നുറുങ്ങുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇരുളിൻ്റെ ചിറകിൽ കീഴിൽ വീണ്ടും ഭൂമി അഭയം തേടി. പങ്കന്നായരെ! വലിയ തമ്പുരാൻ്റെ ഘനഗംഭീരമായ ശബ്ദം കയ്യാലപ്പുരയിലെത്തിയതോടെ കാര്യസ്ഥൻ പങ്കന്നായർ കണക്ക് പുസ്തകം മടക്കിവെച്ച് ധൃതിയിൽ ഉമ്മറത്തേക്ക് നടന്നു. വലിയ തമ്പുരാന് വയസ്സ് 70 കഴിഞ്ഞു. ചുവന്നു തൊടുത്ത ശരീരവും ചുളിയാത്ത ചർമ്മവുമുള്ള മുഖവും പ്രായത്തിനതീതമായിരുന്നു. എങ്കിലും പ്രവൃത്തിയിൽ വയസ്സ് പ്രകടമായിരുന്നു. പക്ഷെ ആജ്ഞാശക്തിയുള്ള കണ്ണുകളും ഗാംഭീര്യമുള്ള ശബ്ദവും ആരെയും തൻ്റെ മുന്നിൽ വിധേയത്തോടെ നിർത്തുന്നതിന് പര്യാപ്തമാണ്. അതിനാൽ തന്നെ കാര്യസ്ഥന്മാരോ ബാല്യക്കാരോ തമ്പുരാൻ്റെ മുന്നിൽ വന്നു നിൽക്കാൻ ഒന്ന് മടിക്കും. ആരെയും രണ്ടാമതൊന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. എന്നറിയാവുന്നതിനാൽ എല്ലാവരും വിളിപ്പുറത്തുണ്ടാകും. ആദ്യത്തെ വിളിക്ക് തന്നെ എത്താൻ കഴിയാതിരുന്നതിനാൽ കഠിന ശിക്ഷ തന്നെ കിട്ടുമെന്നിരിക്കും. ഇക്കാരണത്താലാണ് ഒറ്റ വിളിക്ക് തന്നെ പങ്കന്നായർ കുതിച്ചെത്തിയത്. വശത്ത് വന്ന് ഓച്ചാനിച്ചു നിൽക്കുന്ന കാര്യസ്ഥനെ ശ്രദ്ധിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, ഉണ്ണി ഇന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കണമെന്ന് പങ്കൻ അറിയോ? ഞാൻ അത്രയിടം വരെ ചെല്ലില്ലാന്ന് വെച്ചാൽ കിണറ്റിലേക്ക് തന്നെ ചാടിയാനെ. ഡേ ഭഗവതി, ഇതെല്ലാം കാണേണ്ടതായി വന്നുല്ലോ. തൊല്ലിട നിർത്തി എന്തോ ആലോചിച്ചതിന് ശേഷം ശബ്ദം താഴ്ത്തി പങ്കന്നായരോട് ചോദിച്ചു, പപ്പൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല. ഞാനിതെല്ലാം കാണേണ്ടി വരുമല്ലോ എൻ്റെ പരമേശ്വര. ഒരു ദീർഘശ്വാസം മുതിർത്ത് തിരുമേനി തുറന്നു. ഉണ്ണിക്കൊരു ആപത്തും വരുത്തരുതേ. കുറച്ചു സമയം കൂടി എന്തോ ആലോചനയിൽ എന്ന പോലെ ഇരുന്നിട്ട് തിരുമേനി എഴുന്നേറ്റ് നൃത്തമണ്ഡപത്തിലേക്ക് നടന്നു. തൊല്ല് പതർച്ചയോടെ നടന്നു നീങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥൻ നിമിഷങ്ങളോളം നോക്കി നിന്നു. ആർക്കും എന്തു ശിക്ഷയും വിധിക്കാനും നടപ്പിലാക്കാനും പൂർണ്ണാധികാരമുള്ള വലിയ തിരുമേനിക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഭീഷണിയായി ഒരാളുണ്ട്, പപ്പൻ എന്ന പത്മനാഥൻ നമ്പൂതിരി. അച്ഛൻ തിരുമേനി നാട് നീങ്ങിയതോടെ പരമേശ്വരൻ തിരുമേനി എന്ന വലിയ തിരുമേനി ആലങ്ങാട്ട് മലയുടെ അധികാരിയായത്. അന്ന് വയസ്സ് 37.
തിരുവാല്ലൂർ കോവിലകത്തു നിന്നും ലളിതാംബിക അന്തർജനത്തിന് വേളി കഴിച്ചു വർഷങ്ങളോളം അവർക്ക് കുട്ടികളില്ലായിരുന്നു. നിരന്തരമായ പൂജാകർമ്മങ്ങളുടെയും വഴിപാടുകളുടെയും ഫലമായി നമ്പൂതിരിയുടെ 46-ാം വയസ്സിൽ ഒരു കുട്ടി ജനിച്ചു, അനന്തകൃഷ്ണൻ. കുട്ടി ജനിച്ചതോടെ എന്തോ മാനസിക വൈകല്യമുള്ളതായി തോന്നിയത് വലുതായതോടെ ശരിയാണെന്ന് ബോധ്യമായി. ആറ്റുനോറ്റ് കിട്ടിയ സന്തതി ഇങ്ങനെ ഒരു മന്ദബുദ്ധിയായതിനാൽ തിരുമേനിക്ക് ഏറെ ആശങ്കയായി. മനയ്ക്ക് അനന്തരാവകാശി ഇല്ലാതായി തീരുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. തനിക്ക് വയസ്സാവുകയാണെന്നും ഇനിയും എത്രനാൾ മുന്നോട്ട് പോകും, എന്താണ് പോംവഴിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അനന്തിരവൻ പത്മനാഥൻ ആ അഭിപ്രായം പറഞ്ഞത്. അനന്തനെ വിവാഹം കഴിപ്പിക്കുക, എല്ലാം അറിഞ്ഞ് വേൽക്കാൻ തയ്യാറാകുന്ന ഒരു കുട്ടിയെ കണ്ടെത്തുക. പൊതുവെ താന്തോന്നിയും അനുസരണയില്ലാത്തവനുമായി നടക്കുന്നവനെങ്കിലും മനയോട് കൂറുള്ളവനെന്ന് തിരുമേനിക്ക് തോന്നി. പിന്നീടെല്ലാം ധൃതിയിൽ നടന്നു. ചന്ദിരൂർ കോവിലകത്തു നിന്ന് ശ്രീദേവി അന്തർജനത്തിനെ അനന്തൻ വേളി കഴിച്ചു. ക്ഷയിച്ചു തുടങ്ങിയ ഇല്ലമായിരുന്നു അവരുടേതെങ്കിലും ആഢ്യത്വത്തിന് കുറവൊന്നുമില്ലായിരുന്നു. നല്ല ഐശ്വര്യമുള്ള അനുഭവമായ ലാവണ്യത്തിന് ഉടമയായിരുന്നു ശ്രീദേവി. തൻ്റെ ഭർത്താവ് ഒരു മന്ദബുദ്ധിയായ ആളാണെന്ന് ഒരു കുറവായി ശ്രീദേവി കണ്ടില്ല. മാത്രമല്ല അനന്തനെ അവൾ നന്നായി സ്നേഹിച്ചിരുന്നു. അതോടെ അനന്തനെ എങ്ങും കുരങ്ങു കളിപ്പിച്ചിരുന്ന പപ്പന് അത് കഴിയാതെയായി. കാരണം ഏത് സമയത്തും ശ്രീദേവി ഭർത്താവിനൊപ്പം ഉണ്ടാവും. ശ്രീദേവിയുടെ പരിചരണത്തിലൂടെ അനന്തൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം കണ്ടത് വലിയ തമ്പൂതിരിയെ ഏറെ സന്തോഷിപ്പിച്ചു. അനന്തൻ്റെ ഈ മാറ്റവും ശ്രീദേവിയുടെ ലാവണ്യവും പപ്പനെ കുറച്ചധികം അസൂയാലുവാക്കി. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനന്തൻ്റെ മേൽ ശ്രീദേവിക്കായി പൂർണ്ണാധികാരം. അങ്ങനെ വന്നാൽ തൻ്റെ മനസ്സിലെ ലക്ഷ്യം ഒരിക്കലും വെളിച്ചം കാണാതെ പോകും. ദിവസങ്ങൾ കടന്നുപോയി. അസ്വസ്ഥതയുള്ള ഉറക്കമില്ലാത്ത രാത്രികൾ പപ്പനെ അലട്ടിത്തുടങ്ങിയതോടെ അയാളുടെ മനസ്സിൽ ചില പദ്ധതികൾ നാമ്പെടുത്തു. കുറച്ചു ദിവസത്തേക്ക് പത്മനാഥൻ തിരുമേനിയെ ആരും കണ്ടില്ല. ഇത്തരത്തിലുള്ള ഒളിജീവിതം പപ്പന് പതിവുള്ളതാകയാൽ കൂടുതൽ ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം പപ്പൻ തിരിച്ചു വന്നു. അതോടെ ആലങ്ങോട്ട് മലയിൽ ചില അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി. ഒരു ദിവസം അനന്തൻ കലി ബാധിച്ചവനെ പോലെ അലറി വിളിച്ചു. കണ്ണിൽ കണ്ടതെല്ലാം എറിഞ്ഞുടച്ചു. പൈശാചികമായ എന്തോ ശക്തി ആവാഹിച്ചതുപോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. ബീഭത്സമായിരുന്നു ആ സമയത്ത് അനന്തൻ്റെ മുഖം. എല്ലാവരും ശ്രമിച്ചിട്ടും കീഴടക്കാൻ കഴിയാതെ വന്നപ്പോൾ പപ്പൻ ഓടിയെത്തി. ഒരു ബലപ്രയോഗത്തിലൂടെ അനന്തനെ കീഴ്പ്പെടുത്തി. പള്ളിയറയിലേക്ക് കൊണ്ടുപോയി കിടത്തിയതും പപ്പൻ തന്നെയായിരുന്നു. ഈറനണിഞ്ഞ കണ്ണുമായി അറവാതിലിൽ നിന്നിരുന്ന ശ്രീദേവിയോട് പപ്പൻ പറഞ്ഞു, ശ്രീദേവി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അനന്തനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാ കാര്യത്തിനും ഞാനുണ്ടായിരിക്കും. പപ്പൻ്റെ കണ്ണുകളിൽ ആ സമയം പ്രകടമായിരുന്നത് വെറും സഹതാപമായിരുന്നില്ലെന്ന് ശ്രീദേവിക്ക് തോന്നി. മറുപടി പ്രതീക്ഷിച്ചെന്ന പോലെ പപ്പൻ ചില നിമിഷങ്ങൾ ശ്രീദേവിയെ ശ്രദ്ധിച്ചു. പക്ഷെ പ്രതികരണമൊന്നും കാണാത്തതിനാൽ പുറത്തേക്ക് നടന്നു. ശ്രീദേവിയെ തൊട്ടില്ലെന്ന മട്ടിൽ അറവാതിലൂടെ പുറത്തേക്കിറങ്ങിയ പപ്പൻ്റെ ഭാവം കണ്ടിട്ട് വലിയ തിരുമേനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പപ്പൻ്റെ മുഖത്തെ പുച്ഛഭാവം തിരുമേനിയെ നിശബ്ദനാക്കി. മനം തൊന്ന് സ്വയം പറഞ്ഞു, എന്തു ചെയ്യാം, എല്ലാം സഹിച്ചല്ലേ കഴിയൂ. ഒരേ ഒരു സഹോദരിയുടെ മകനായി പോയില്ലേ. മനച്ചാഞ്ചല്യത്തോടെ അറയിലേക്ക് കയറിയ തിരുമേനിയെ നിസാരഭാവത്തിലൊന്ന് ഇരുത്തി നോക്കിയിട്ട് പത്മനാഭൻ പുറത്തേക്കിറങ്ങി. കാര്യസ്ഥൻ പങ്കൻ നായരും ഒന്നും മിണ്ടാനാകാതെ നിസ്സഹായനായി ഓരത്ത് ചേർന്ന് നിന്നു. മനയിലെ അന്തേവാസികളുടെ എല്ലാം ഹൃദയത്തിൽ അസ്വസ്ഥതയുടെ മിഴിനീർ ഉതിർത്ത് 3 ദിവസങ്ങൾ കടന്നുപോയി. വീണ്ടും ഒരു നാൾ അനന്തൻ തിരുമേനി ഭ്രാന്ത് പിടിച്ചവനെ പോലെ പുലമ്പിക്കൊണ്ട് വീടിനകത്തും വെളിയിലും ഓടി നടന്നു. സ്ഥലജല വിഭ്രാന്തിയിലായി കഴിഞ്ഞിരിക്കുന്നു അനന്തൻ. കിണറ്റിലേക്ക് എടുത്തു ചാടുമായിരുന്നു. ആ സമയത്ത് വലിയ തിരുമേനി കണ്ടില്ലായിരുന്നെങ്കിൽ പപ്പൻ അവിടെ ഇല്ലാതിരുന്നത് നന്നായി എന്ന് തോന്നി പങ്കൻ നായർക്ക്. അല്ലെങ്കിൽ ഈ പേരിൽ ഒരിക്കൽ കൂടി അവൻ ഈയിടെയായി പപ്പൻ്റെ തിരോധാനത്തിൻ്റെ കാലയളവ് കൂടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും ചെയ്യും. ഓരോ അപ്രത്യക്ഷമാകലിൻ്റെയും കാലയളവിലും ഈ മനയിലും എന്തെങ്കിലും വിചിത്രമായത് സംഭവിക്കുന്നത് എന്നത് അസംഭവ്യത പോലെ പങ്കൻ നായർക്ക് തോന്നി. ഇനിയും എന്താണാവോ ഭവിക്കാൻ പോകുന്നത്? കൂടുതൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവരുതേ ദേവി, പങ്കൻ നായർ ഹൃദയവൃദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താണെന്ന് വ്യക്തമാകാത്ത ഏതോ ഒരു വ്യാകുലത അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. നിമിഷങ്ങളോളം ചിന്താതീതനായിരുന്ന പങ്കൻ നായർ കോലായിൻ്റെ ചാരത്ത് വെറുതെ നിന്നു. എന്താ ഇത്ര വലിയ ആലോചന? പെടുന്നനെയുള്ള ചോദ്യം അയാളെ വിഭ്രാന്തിയിലാത്തി കഴിഞ്ഞു. പങ്കൻ നായർ തലതിരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. തെല്ലു പതർച്ചയോടെ പങ്കൻ നായർ ആളെ തിരിച്ചറിഞ്ഞു.
പരിഹാസച്ചിരിയോടെ നിൽക്കുന്ന പപ്പൻ്റെ മുഖം. അയാൾ നടുങ്ങി. ചോദിച്ചത് തനിക്ക് പിടിച്ചില്ല എന്നുണ്ടോ? പപ്പൻ്റെ മുഖം രോഷാകുലമായിരുന്നു. എന്തു മറുപടി പറഞ്ഞാലും ശരിയാവില്ലെന്ന് തോന്നിയതിനാൽ ഒന്നും മിണ്ടാതെ പങ്കൻ നായർ അവിടെ തന്നെ നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിയിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മളെത്തും. എല്ലാവർക്കും ശുഭദിനം.